Hi friends, welcome back to another video of Innovation Factory Hopal Argot. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പുതിയ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് USDT ഉപയോഗിച്ച് ഇതിലേക്ക് ലോഡ് ചെയ്ത് പുതിയ പാക്കേജ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഹെഡ് കാണിക്കുന്നുണ്ട്. ആ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർവ്യൂ എന്ന് കാണിക്കും. ഈ ഓവർവ്യൂവിൽ തന്നെ നമുക്കിവിടെ എന്താണ് ഫണ്ടിങ് എന്നുള്ള ഓപ്ഷനായിട്ട് ഫണ്ടിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് കോയിൻ ക്ലിക്ക് ചെയ്യുക. USDT. അപ്പോൾ നമ്മൾ USDT ഉപയോഗിച്ചിട്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ USDT സെലക്ട് ചെയ്യുക. അതിന് ശേഷം BSE മെയിൻ നെറ്റ് നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ TRC20 ഒന്നും ഇവിടെ കൊണ്ടുവരരുത്. എപ്പോഴും നമ്മൾ BP20 മാത്രം ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വേണ്ടതെന്നാണ് നമ്മൾ ഈ അഡ്രസ്സ് കോപ്പി എടുക്കുക. അഡ്രസ്സ് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഏതിലാണ് നിങ്ങളുടെ ഡോളർ എടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മെറ്റാമാസ്കിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ബൈനാൻസിലാണുള്ളത്. അപ്പോൾ ബൈനാൻസിൽ പോയി ഞാനിവിടെ വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം BP20 നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, 101 ഒരു സബ്സ്ക്രിപ്ഷനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ 101 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒതൻറ്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഒതൻറ്റിക്കേഷൻ നമ്മൾ കൊടുക്കുക, ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ബൈനാൻസിൽ നിന്ന് എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇമെയിൽ OTP നമ്മൾ കൊടുക്കുക. ഏത് OTP ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ OTP കൊടുക്കുക. ഓക്കെ, OTP നമ്മളിവിടെ OTP ഇതാണ്. ഈ ഒരു OTP ആണ് അവിടെ കൊടുക്കേണ്ടത്. കോപ്പി എടുത്തു, OTP പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഇത് പ്രോസസ്സിംഗ് ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് സക്സസ് ആയതിനു ശേഷം മാത്രം വേണം നമ്മളിവിടെ പോവുക. ഈ ഒരു പേജിൽ പോവുക. ഇത് നമ്മുടെ എക്സ്ചേഞ്ച് പേജിൽ പോയിട്ട് ഏറ്റവും അടിയിൽ സിങ്കർനൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, SYNC. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ സക്സസ് ആയതിനു ശേഷം, ഇതിപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടില്ല, നമുക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഇമെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ 2 മിനിറ്റ് ടൈം എടുക്കും നമ്മൾ ബൈനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ TRC20 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കുള്ള ഡോളർ ഇവിടെ അയക്കാതിരിക്കുക. BP20 മാത്രം ആണ് നമ്മളിവിടെ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 101 നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഒറ്റ തവണ തന്നെ നമുക്ക് വേണമെങ്കിൽ $505 നമുക്കിതിലേക്ക് ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ മുന്നേ പാക്കേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, മെയിൽ വന്നു ഓൾറെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഡോളർ കണ്ടില്ലേ, ഞാനിവിടെ 303 ഒരു തവണ ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ ഓൾറെഡി ബൈനാൻസിൽ ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സക്സസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ സിങ്കർനൈസ് ചെയ്യാണ്. ഓക്കെ, ഇതേ പേജിൽ തന്നെ ഈ ഒരു QR കോഡുള്ള ഇതേ പേജിൽ തന്നെ അടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ SYNC എന്നുണ്ടായിരിക്കും, സിങ്കർനൈസ്. അപ്പോൾ സിങ്കർനൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ ആ ഡോളർ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. 26 ഓഗസ്റ്റ് 2025 ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ $101 ഇവിടെ ഓൾറെഡി ലോഡായി. അപ്പോൾ അതിനുശേഷം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് ഇവിടെ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്നത് 101 പാക്കേജാണ്. അപ്പോൾ 101 സബ്സ്ക്രൈബ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഫണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, കണ്ടില്ലേ, സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഓക്കെ, പാക്കേജ് പർച്ചേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ മെയിലും വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിവിടെ മെയിൽ വന്നിട്ടുണ്ട്. 101 പാക്കേജ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്, സമയം എല്ലാതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എവ്രിതിങ്. ഓക്കെ, അപ്പോൾ നല്ല ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ച് ഓൺ. മാത്രമല്ല നമുക്ക് ഈ എക്സ്ചേഞ്ച് ഓണിൻ്റെ ഓഫീസ് UK സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ US സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ പല ഇവൻറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ക്രിപ്റ്റോ ഇവൻറ്റുകൾ ലൈക്ക് സിംഗപ്പൂർ ക്രിപ്റ്റോ എക്സ്പോ 2049 അങ്ങനെയുള്ള ഇവൻറ്റുകളൊക്കെ പങ്കെടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളിവിടെ ആ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക,
മൈ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇന്ന് സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ 2 പാക്കേജാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് കാണിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഇൻ ക്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ആദ്യം ക്യൂവിലായിരിക്കും ഉണ്ടായിരിക്കുക, പിന്നീടാണ് അത് ആക്ടിവേഷനിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നോവേഷൻ ഫാക്ടറിയും എക്സ്ചേഞ്ച് ഓണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഈ ഒരു ചാനൽ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ടീമിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.